ഈ ഇൻ്റർവ്യൂവിൻ്റെ കീഴിൽ എനിക്കെതിരെ വരാൻ പോകുന്നത് എന്താണെന്നതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ വാ അടച്ചു വെക്കില്ല. ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ധൈര്യപൂർവ്വം പറയാം. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ജയിപ്പിച്ച ആളുകൾ കാണിക്കുന്ന ഓരോ മോശപ്പെട്ട പ്രവണതയും സാധാരണ ജനങ്ങൾ എന്ത് കാണിക്കുന്ന പോലെ അല്ല ഈ സെലിബ്രിറ്റീസ് ചെയ്യുന്നത്. ഇപ്പോൾ അൻസിബയുടെ വിഷയമാണെങ്കിൽ ഞാൻ അൻസിബയുടെ കൂടെയാണ്. അതിൻ്റെ അകത്ത് ചില ആളുകൾ കാണിക്കുന്ന ഇതുപോലെയുള്ള പ്രവണതകൾ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു നിലപാടൊരാൾ പറഞ്ഞാൽ അവരെ ജാതീയമായി ആക്ഷേപിക്കുക, അവരെ ജിഹാദിയാക്കുക, പുതിയ പദമാണല്ലോ, വളരെ മോശമായ രീതിയിൽ കലാകാരിയാണെന്ന ലേബലിൽ ഒരു കലാകാരനും ഒരു കലാകാരിക്കും ഒന്നും വർഗീയവാദിയാവാൻ പറ്റില്ല. അവർക്ക് സ്നേഹിക്കുന്നത് കലയാണ്. സലീമിന്റെ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, നഗരം എന്ന് പറഞ്ഞ വളരെ നല്ലൊരു സുഹൃത്താണ്. എന്നെ ഈ കഴിഞ്ഞ പടത്തിൽ ഞാൻ ലർക്ക് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്ത്, ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കാന്നു, അതിൽ ഞാനൊരു പ്രധാന വേഷത്തിലേക്ക് സലീമിനെ വിളിച്ചിരുന്നു. സലീമിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഞാൻ ബാധ്യതയാവും, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് ഇരുന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നെ ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചു. അഭിനയിക്കാനുള്ള ത്വര അദ്ദേഹത്തിനുണ്ട്, പാഷനുണ്ട്. അപ്പോൾ സലീം എപ്പോഴും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ രാഷ്ട്രീയമാണെങ്കിലും അയാൾക്ക് പറയാനുള്ള കാര്യം അയാൾ സ്ട്രോങ് ആയിട്ട് പറയാം. ഭൗതിക ശരീരത്തോട് ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ഇൻസിഡന്റ്, ഒരു മകന്റെ വേദനയും രോഷവുമാണ് ഞാൻ സത്യം പറഞ്ഞാൽ സിവിക് സെൻസ് നമുക്ക് വളരെ കുറവാണ്. എന്തിനാണ് ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്നത്? കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈവസിയിലേക്ക് ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തു പോകും.